നിങ്ങൾ TRP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് റിപ്പോർട്ട് അല്ല, ആദ്യമായിട്ട് 100 കോടി എന്നും പറഞ്ഞിട്ട് പരസ്യം കൊടുത്താൽ ആ പ്രൊഡ്യൂസറെ കണ്ട് അവനെ കിട്ടിയാൽ 2 അടി ഞാൻ കൊടുക്കും. 150 കോടി രൂപയുടെ ബജറ്റ് സിനിമ ഇവിടെ ഉണ്ടാകട്ടെ, അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിക്കോട്ടെ. ലെറ്റ് പീപ്പിൾ തിങ്ക്, ലെറ്റ് പീപ്പിൾ ഗോ ഔട്ട് ഓഫ് ദെയർ സ്മോൾ ഡ്രോയിങ് ബോർഡ്. അതെന്തുകൊണ്ടാണ് അത് തെറ്റായിട്ട് നിങ്ങൾ കാണുന്നത്? എന്തുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് കാണുന്നത്? ബജറ്റ് അല്ലല്ലോ ഒരു ക്വാളിറ്റിയുടെ ബെഞ്ച് മാർക്ക് നമ്മൾ പറയേണ്ട സിനിമ. ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രത്യേക അതിന് ചിലവുകളുണ്ടാവുമല്ലോ. ആ ചിലവുകളിന് ഇപ്പം 150 കോടി രൂപ ചിലവാക്കണമെങ്കിൽ ചിലവാക്കട്ടെ. അല്ല, ഇപ്പോൾ അത് ഇൻഡസ്ട്രിയിൽ ചർച്ചാ വിഷയം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം മലയാള സിനിമയിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഇൻഡസ്ട്രി ഇങ്ങനെ ലിമിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പം പിന്നെ 10 കോടിക്ക് മുകളിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലേ? അങ്ങനെയാണോ സിനിമ ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല. അത് വളരെ തെറ്റായ, വളരെ സ്ക്യൂഡായിട്ടുള്ള ഒരു ദോഷേക ദൃക്കുകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയൊക്കെ ആകാമുള്ളൂ, നിങ്ങൾ 2 കോടി രൂപയുടെ സിനിമ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതേസമയം മഞ്ഞുമേൽ ബോയ്സ് ഉള്ള സിനിമ അതിന് 20 കോടി സ്പെൻഡ് ചെയ്തു ഞാൻ ബജറ്റായിട്ട് കിട്ടും. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് ഒരു 20 കോടി രൂപയുടെ മാർക്കറ്റിംഗ് ഇല്ല. 20 കോടി രൂപ കൊണ്ട് ഒരു ഉണ്ടാകുന്ന മാർക്കറ്റില്ലാത്ത ആളുകളായിട്ടാണ് സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ മേക്കേഴ്സ് അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല ഉണ്ടായത്. അവരവരുടെ ലെവലിൽ പുറത്തു പോയിട്ടുണ്ടാണ് അങ്ങനത്തെ സിനിമ ഉണ്ടായത്. എന്തുകൊണ്ടാണ് വൈ ആർ യു ഗൈസ് സോ ബാഡ്? വൈ ആർ യു ഗൈസ് ആൾവേസ് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ദ ഫിലിം പീപ്പിൾ? ഞങ്ങളല്ല, സിനിമാ മേഖലയിലുള്ള ആളുകൾ, പ്രൊഡ്യൂസേഴ്സ്. അത് തന്നെ, അത് ആരായാലും എന്തുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു 200 കോടി രൂപയുടെ ചിത്രം ഉണ്ടാക്കിക്കൂടാ? നമുക്കെന്തോ കുഴപ്പം? നമുക്കെന്താണ് കുറവ്? ഇവിടെ ടെക്നീഷ്യന്മാരില്ലേ? കഥയില്ലേ? അത് ചെയ്യാനുള്ള ആൾക്കാരില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രം എടുത്ത് നോക്കിയാൽ അതെല്ലാം മലയാളി പിന്നെ ടെക്നീഷ്യന്മാരാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ പുഷ്പ എടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ മോഹൻ വർക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് വലിയ ആൾക്കാരുകളെല്ലാം വർക്ക് ചെയ്യുന്നത് മലയാളികളാണല്ലോ. അപ്പോൾ നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ലോ. ഇപ്പോൾ ഈ വടക്കൻ എന്ന സിനിമ ചെയ്യുമ്പോൾ ആരോ ഒരു പത്രക്കാർ പ്രൊഡ്യൂസർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നേ സിനിമ ഉണ്ടാക്കാൻ? പറഞ്ഞ വേൾഡ് ക്ലാസ് സിനിമ ഉണ്ടാക്കുന്നത് ഇവിടാണ്, ഇവിടുത്തെ ടെക്നീഷ്യന്മാരാണ്, ഇവിടുത്തെ ആളുകളാണ്. അതുകൊണ്ട് ഞാൻ കെയിം ഹിയർ. എനിക്ക് എടുക്കേണ്ടുന്നൊരു സിനിമ എടുക്കാനുള്ള സ്പേസ് മലയാള സിനിമകളുള്ളതുകൊണ്ട് ഞാൻ മലയാള സിനിമ ചെയ്യുന്നു. ഞാൻ ഹിന്ദിയിലെ പ്രൊഡ്യൂസറാണ്, പക്ഷേ ഞാൻ ഇവിടെ വന്ന് മലയാള സിനിമ ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്നു എന്ന് പറയും. നമ്മൾ വെൽക്കം ചെയ്യല്ലേ ചെയ്യേണ്ടത്? ചെയ്യട്ടെ, 150 കോടി സിനിമ ഉണ്ടാക്കട്ടെ, പക്ഷേ ഇതിൻ്റെ പൊളിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ അത് സക്സസ് ആകട്ടെ. ഇൻഡസ്ട്രി പഠിക്കുമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല? ഇതൊരു ലിമിറ്റേഷനാണ്. There is no limitation. പക്ഷേ ഈ പൈസ മുഴുവൻ കൂടുതൽ മുടക്കുന്നത് സ്റ്റാർ വാല്യൂസിന് വേണ്ടിയിട്ടാണ്, ടെക്നിക്കലി ഉള്ള ഒരു എൻഹാൻസ്മെൻറ്റ്. അതിനെന്താ എനിക്കിന്ന് വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പ്രൈസ് ഉണ്ട്, എനിക്ക് പ്രൈസ് കമാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇൻഡസ്ട്രിയാണിത്. നിങ്ങൾ ഈ സിനിമ ഇൻഡസ്ട്രിയെ ഇങ്ങനെ ആക്കി, എന്നിട്ട് നിങ്ങൾ പോയിരുന്ന് കുറ്റം പറയുകയാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എനിക്ക് ഇത്ര സ്റ്റാർ വാല്യൂ ഉണ്ട്, ഇന്ന് എന്നെ വെച്ചൊരു സിനിമ ചെയ്താൽ ആ സിനിമ ഇത്ര രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ ഞാൻ മുഖാന്തരമാണല്ലോ നിങ്ങൾക്ക് ഇത്ര സിനിമ വിൽക്കുന്നത്, അപ്പോൾ എൻ്റെ പ്രൈസ് ഇത്രയാണ് എന്ന് കമാൻഡ് ചെയ്യുന്നതിനകത്ത് എന്താണ് തെറ്റ്? അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായ പരിണാമത്തിലൂടെ അതിൻ്റെ വേണ്ട രീതിയിലോട്ട് തിരിച്ച് ചരിത്രം എല്ലാം കറക്റ്റ് ചെയ്യും. ടൈം വിൽ കറക്റ്റ് എവരിതിങ്. എന്താണ് ഹിന്ദി സിനിമയിൽ ഉണ്ടായത്? ഇതേ സംഭവമാണ്. 15 വർഷം മുമ്പ് പിന്നെ 3 കോടി രൂപ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടർക്ക് വന്നിട്ട് 30 കോടി രൂപ കൊടുത്തിട്ട് പിന്നെ കോർപ്പറേറ്റ് അയാൾ സൈൻ ചെയ്തു, 3 ഫിലിം ഡീൽ സൈൻ ചെയ്തു. സോ ദാറ്റ് ഈസ് ഹൗ യു ഡിസ്ട്രോയ്. അപ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് somewhere there is going somewhere. We also are going to face the same future. Either you learn from history or you do it and learn. ഈ ആടുജീവിതത്തിൽ നമ്മളെടുത്ത എഫർട്ടുകൾ ശരിക്കും പ്രേക്ഷകരും സിനിമാ സമൂഹവും വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത്ര വലിയൊരു എഫർട്ടാണ് എടുത്തിരുന്നത്. എന്താണ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അത് ഇന്ത്യ മുഴുവൻ, അതായത് അതിനകത്ത് എടുത്തിരിക്കുന്ന മുഴുവൻ എഫർട്ടുകളും ശരിക്കും തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു എഫർട്ട് എടുത്തൊരു സിനിമയായിരുന്നല്ലോ അത്. അല്ല, ആ സിനിമ സക്സസ്ഫുൾ ആണല്ലോ, കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ്, ക്രിട്ടിക്കലി വെൽ അക്ലൈംഡ് ആണ്. ആ സിനിമയ്ക്ക് പിന്നെ MPSCയിൽ നോമിനേഷൻ കിട്ടി, സൗണ്ടിന്. റഹ്മാന് ഹോളിവുഡ് മ്യൂസിക് അവാർഡ് കിട്ടി. ഇതൊക്കെ റെക്കഗ്നീഷൻ അല്ലേ? ഇതിൽ പറയാൻ എന്താ വേണ്ടത്? ലോകത്തിലെ 5 നല്ല സിനിമകളുടെ സന്നിവേശം, ശബ്ദ സംവിധാനത്തിൽ ലോകത്തിലെ 5 വലിയ സിനിമകളുടെ കൂട്ടത്തിൽ ഒരു സിനിമ ആടുജീവിതമാണ്. അതിൽ കൂടി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് പോരെ? അല്ല, ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് ഇപ്പോൾ നമ്മൾ വാഴ്ത്തപ്പെടുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ ബാഹുബലി, RRR, പുഷ്പ, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ടൈറ്റിലാണ്. ഇത് എങ്ങനെയാണ് ബ്രഹ്മാണ്ഡം ആയത്? ഇവിടുത്തെ ഓഡിയൻസ് പോയി കണ്ട് അവർക്ക് റിട്ടേൺസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ബ്രഹ്മാണ്ഡം ആയത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ബ്രഹ്മാണ്ഡം അല്ലല്ലോ, ഉണ്ടാക്കുമ്പം ഒരു സിനിമ മാത്രമായിരുന്നു. ഇവിടുത്തെ ഓഡിയൻസാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ മീഡിയക്കാർ കുറേ പേര് ഇരുന്നിട്ട് കുറേ ടൈറ്റിൽസ് ഉണ്ടാക്കി വയ്ക്കും. 100 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബ്ബ്, 300 കോടി ക്ലബ്ബ്, ബ്രഹ്മാണ്ഡം, അല്ലാത്ത ചിത്രം,
ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന റേറ്റുകളാണ്. ഞങ്ങൾക്ക് സിനിമാക്കാർക്കോ ഇങ്ങനൊരു സംഭവമില്ല. ഈ സിനിമ കാണാൻ പോകുന്ന ഓഡിയൻസിനോ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ TRP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ആദ്യമായിട്ട് 100 കോടി എന്നും പറഞ്ഞിട്ട് പരസ്യം കൊടുത്തവനെ ആ പ്രൊഡ്യൂസറെ കണ്ട് അവനെ കിട്ടിയാൽ 2 അടി ഞാൻ കൊടുക്കും. കാര്യം സിനിമയുടെ വാല്യൂ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അത് പ്രൈസല്ല. നിങ്ങൾക്ക് എത്ര കോടി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതല്ല നിങ്ങളുടെ സിനിമയുടെ വാല്യൂവും മണിയും രണ്ടാണ്. ഒരു വർക്ക് ഓഫ് ആർട്ടിന് വാല്യൂ ആണുള്ളത്, മണിയല്ല ഉള്ളത്, റിട്ടേൺസ് അല്ല ഉള്ളത്. അവിടെയാണ് ആദ്യമായിട്ട് തെറ്റിപ്പോയത്. ആദ്യം അങ്ങനെ പറഞ്ഞ ആളിനെയാണ് അടി കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്തു. എത്രയെങ്കിലും പൈസ കിട്ടിക്കോട്ടെ, നിങ്ങൾക്ക് ഡിസർവിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും.